നമുക്ക് പേപ്പർ യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുട്ടി ഓർഗനൈസർ കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കുക. ഇനി അതിന്റെ വീഡിയോയിൽ കാണുന്നത് പോലെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ 4 സൈഡ്സും ട്രയാംഗുലർ ഷേപ്പിൽ വീണ്ടും ഒന്ന് മടക്കുക. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലെ കിട്ടും. ഇനി അതിനൊന്ന് നേരെ വെച്ചിട്ട് തന്നെ 2 സൈഡ്സും വീണ്ടും ഒന്ന് മടക്കുക. എന്നിട്ട് ആ 2 സൈഡ്സ് നിവർത്തിയിട്ട് ബാക്കി വരുന്ന 2 സൈഡ്സും അതുപോലെ തന്നെ മടക്കുക. ഞാനിപ്പോൾ ഈ പറയുന്നതായിട്ട് നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ കാണും. നിങ്ങൾ പക്ഷേ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറേ മടക്കുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ആരും കണ്ട് പേടിക്കേണ്ട. ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 2 സൈഡിലോട്ട് മടക്കിയത് വീണ്ടും ഒന്ന് നിവർത്തുക. ഇനി നമ്മൾ ട്രയാംഗുലർ ഷേപ്പിൽ മടക്കിയ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൽ 2 സൈഡ്സ് നിവർത്തുക. ഓപ്പോസിറ്റ് വരുന്നത് വേണം നിവർത്താനായിട്ട്. എന്നിട്ട് വീണ്ടും 2 സൈഡിൽ നിന്നും വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കുക. ഇനി ആ 2 സൈഡിൽ നിന്ന് മടക്കിയതൊന്ന് നിവർത്തുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അകത്തോട്ടാക്കി വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. ഇത് നിങ്ങൾ മടക്കുമ്പോഴത്തേന് നല്ലപോലെ പ്രസ് ചെയ്ത് മടക്കണം. എന്നെങ്കിലും നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ വരത്തില്ല. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ബോക്സ് കിട്ടും. ഇങ്ങനെ ഞാൻ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ റോൾ ചെയ്തെടുക്കണം. ഇനി റെക്ടാംഗുലർ ഷേപ്പിൽ നീളത്തിലുള്ള 3 പീസസ് എടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം റോൾ ചെയ്തതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ 3 എണ്ണം ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബോക്സിലോട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ആ റോളിലോട്ട് ഇതൊന്ന് കയറ്റി കൊടുക്കണം. ഇനി ആ റോളിന്റെ എക്സ്ട്രാ വരുന്ന പോർഷൻ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേനും നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടി ഓർഗനൈസർ ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടി സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക.